ലോകത്തിൻ്റെ എവിടെയും ആരുടെ ഒരു പെർമിഷനും ഇല്ലാതെ കയറി ചെല്ലാനുള്ള അവകാശമുണ്ട്. നാരദ ബ്രഹ്മർഷിയാണ്, ബ്രഹ്മാവിൻ്റെ പുത്രനാണ്, അങ്ങേറ്റ അറിവുള്ള ആളാണ്. അപ്പം ഈ നാരദ മഹർഷി ഒരു സാധനം കൈ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, അതെന്താ? അത് എല്ലാവർക്കും അറിയുന്നതാണ്, വെറുതെ ചോദിക്കുന്നതേ ഉള്ളൂ. ഒരു വീണ കണ്ടിട്ടില്ല? അതിൻ്റെ ഒരു വീണയല്ലേ, വീണയിൽ ഇങ്ങനെ പിടിപ്പിച്ച ആ വീണയുടെ പേരറിയോ? അതും എല്ലാവർക്കും അറിയായിരിക്കും, ചിലപ്പോൾ അറിയില്ലെങ്കിൽ കേൾക്കാം. മഗധി എന്നാണ് ആ വീണയുടെ പേര്. അപ്പൊ അത് വീട്ടിക്കൊണ്ട് ആളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പൊ ശ്രീഹരി കാണാനായിട്ട് എപ്പോഴും നാരായണന്റെ നാമം തന്നെയല്ലേ ജപിച്ച് നടക്കണത്. അപ്പൊ അവിടെ ചെന്നപ്പം ഇങ്ങനെ ചിന്തിച്ചോണ്ട് പോകുമായിരുന്നു. അവിടെ ചെന്നപ്പോ അല്ല, ഒരു കാര്യമുണ്ട്, ഇതൊക്കെ ഭഗവാനോട് ചോദിക്കണമല്ലോ. അപ്പൊ ഇങ്ങനെ നമ്മളൊരു കാര്യം ചിന്തിച്ചു പോകുമ്പോൾ ഒരിടത്ത് ചെല്ലുമ്പോൾ ആ നമ്മുടെ മനസ്സിലെ ചിന്ത നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കും ഇല്ലേ? നമ്മളിപ്പോൾ എന്തെങ്കിലും ചിന്തയുടെ മുഖം കുറച്ച് പാടിയ പോലെ തോന്നും. ചിന്തയിലാണ് ഈ മുഖത്ത് ഒരു വന്നത്, ദേഷ്യത്തിലാണ് നമ്മുടെ മുഖം മാറും, ദേഷ്യപ്പെട്ട് നോക്കും. അപ്പോൾ ഓരോ ഭാവങ്ങളും ഇത് വരുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ ഡാൻസിലെ കുട്ടികൾ 18, 19, 20 ഭാവങ്ങൾ കാണിച്ചവരുടെ മുഖത്ത് അത്ര ഗംഭീരായി ചെയ്തു. അന്നിപ്പോൾ ഇതൊന്നും അറിയില്ല, നമ്മളൊക്കെ വെക്കണ പോലെയൊക്കെ അത് ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്നതാണ്, നമ്മൾ ചെയ്യുന്ന കാര്യമല്ല. അപ്പൊ നാരദൻ അവിടെ ചെന്നിട്ട് ഇത് ഹരിയുടെ അടുത്ത് ശരിയാണ്, ലക്ഷ്മണന്റെ അടുത്ത്. അപ്പൊ പറഞ്ഞു, ആ വരുമോ നാരദരെ, വരുമോ എന്ന് പറഞ്ഞു. വിളിച്ചു, അടുത്തിരുത്തി. അല്ല, എന്താ ഇപ്പോ ആഗമന ഉദ്ദേശം? എന്താ വന്ന സാധാരണ പോകുന്ന പതിവുണ്ട്, എല്ലാം മുഖം കുറച്ച് വാടിയിട്ടുണ്ടല്ലോ, എന്തോ ഒരു സംശയം, ഒരു പ്രശ്നം ഉണ്ടല്ലോ, എന്താ ചോദിച്ചു. ഒന്നുമില്ല ഗുരു, ഒന്നുമില്ല. അല്ല, അങ്ങനെയില്ല, എന്തോ ഉണ്ടല്ലോ. ഇങ്ങനെയല്ലല്ലോ മുഖം. എൻ്റെ അടുത്ത് വരുമ്പോൾ നല്ലോണം പ്രസാദിച്ച് തെളിഞ്ഞാണല്ലോ വരുന്നത്, ചിരിച്ചോടല്ലേ വരുന്നത്. ഇന്നിപ്പോൾ എന്താ ചിരിയൊന്നും മുഖത്ത് കാണുന്നില്ല, ചിരിയൊക്കെ മങ്ങി ഒരു പാടിയ മുഖം പോലെ, എന്താ കാര്യം എന്ന് ചോദിച്ചു. അല്ല ഭഗവാനെ, ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെയും ഇങ്ങനെ ഭഗവാൻ ചോദിച്ചപ്പോൾ പറയും, അല്ലേ അതിപ്പോ എന്താ പറയാ, ചെറിയൊരു കാര്യം ഉണ്ടല്ലോ എന്ന് പറയും. നമ്മളും ഇങ്ങനെയൊക്കെ പറയണ്ടേ, മനസ്സും അറിയും, ചോദിക്കാമല്ല, വേണ്ട അല്ലേ, ചോദിക്കണ്ട. അങ്ങനെ ഒരു മനോഭാവത്തിലാണ് അവിടെ ചെന്നത്. എങ്ങനെ ഭഗവാനോട് ചോദിച്ചാൽ പറയോ, പറഞ്ഞു തരാം, ഭഗവാനല്ലേ, എൻ്റെ അറിവുള്ള ആളല്ലേ, പറഞ്ഞു തരുമായിരിക്കല്ലേ. അപ്പൊ രണ്ടും കൽപ്പിച്ച്. പിന്നെ ഭഗവാൻ നിർബന്ധിച്ചു, അല്ല പറയോ നാരദരെ, എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കണം, എന്തായാലും പറയോ, ഞാനെല്ലാം കയ്യിൽ നിർത്തി കൊടുക്കുന്ന ആളല്ലേ, എൻ്റെ ഭക്തനല്ലേ, പറഞ്ഞോളൂ പറഞ്ഞു. അല്ല ഭഗവാനെ, എനിക്കൊരു സംശയം, ഞാൻ ചോദിക്കുകയാണ് കേട്ടോ, എൻ്റെ അടുത്ത് ദേഷ്യപ്പെടരുതേ, നേരത്തെ കുട്ടി അങ്ങോട്ട് പറഞ്ഞു. ആ ചോദിച്ചോളൂ നാരദരെ എന്ന് പറഞ്ഞു. അല്ല, അങ്ങയുടെ ക്ഷേത്രങ്ങളുടെ, വിഷ്ണു ക്ഷേത്രങ്ങളുടെ മുമ്പിലെ ഗരുഡന്റെ വലിയൊരു പ്രതിമ വെച്ചിട്ടുണ്ടല്ലോ, അത് ഗരുഡൻ ഭക്തനായത് കാരണം ആവുമല്ലോ വെച്ചേക്കണം. അല്ല, അപ്പൊ ഞാനും അങ്ങയുടെ ഭക്തനല്ലേ, അപ്പൊ എന്റെ പ്രതിമ എന്താ വെക്കാത്തത്? അതാണ് സംശയം. അപ്പൊ ചോദിക്കാൻ പാടും ഇല്ലേന്നറിയില്ല, എന്തായാലും അങ്ങോട്ട് ചോദിച്ചു, രണ്ട് കൽപ്പിച്ചിട്ട്. അപ്പോ ഭഗവാൻ അതിന്റെ ഉത്തരം പറയാനായിട്ട് അങ്ങോട്ട് ഭഗവാൻ ഒന്ന് ചിരിച്ചു. ഭഗവാൻ എപ്പോഴും ചിരിച്ചിട്ടല്ലേ നിൽക്കണം, ദേഷ്യപ്പെട്ട മുഖയെ കാണും, എപ്പോഴും ചിരിച്ചോട്ടെ നിൽക്കുന്നത്. ഒന്നുകൂടെ ചിരിച്ചു, നല്ല സ്മൈലി, അതായത് പുഞ്ചിരിയോടുകൂടെ. അത് പറയാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോഴേക്കും പുറത്ത് നിന്ന് ഡൂം എന്ന് പറഞ്ഞൊരു ശബ്ദം കിട്ടും. ഇപ്പൊ ഈ മൈക്കിൽ ഡൂം എന്ന് പറയും, നമ്മളെല്ലാവരും വിളിച്ചു, അതൊരു ശബ്ദം കിട്ടും. അപ്പൊ പറയും, അല്ല ഈ പുറത്തുനിന്ന് ഇപ്പൊ എന്താ ശബ്ദം കേട്ട്? നാരദർ ഒരു കാര്യം ചെയ്യും, ഒന്ന് പോയിട്ട് നോക്കിയിട്ട് ഒരു ആ ശബ്ദം എന്താ കേട്ടത് എന്ന് പറയും. നാരദർ അതിനാവാലോ, അതിനിപ്പോ എന്താ എന്ന് പറഞ്ഞു. ഓടിപ്പോയി നോക്കി, വിത്തിൻ സെക്കൻഡ് പുറത്തോടി, അതുപോലെ ഓടി തിരിച്ചു വന്നു. അതെ ഭഗവാനെ, അവിടെ ഒരു പാൽപാത്രം വീണുടങ്ങിയതാണ്, പാൽക്കുടം വീണുടങ്ങിയതാണ്. പാൽക്കുടോ? അല്ല, അപ്പൊ അത് പാൽക്കുടം ഇപ്പൊ എങ്ങനെയാ അവിടെ വരുന്നത്? അപ്പൊ അത് ആരാ കൊണ്ടുപോണ, ആരുടെ അടുത്താ വീണത് അത് ചോദിച്ചു. അയ്യോ, അത് ഞാൻ ചോദിച്ചില്ലല്ലോ. രണ്ടാമതോടി ഒന്ന് നോക്കൂ, അപ്പോഴേക്കോടി രണ്ടാമത് തിരിച്ചു വന്നു. അതെ, ഒരു സ്ത്രീ 2 കുടത്തില് പാല് വിൽപ്പനക്കാരിയാണ്, അവരത് ഉപജീവനം അതുകൊണ്ടാണ്. അപ്പൊ അത് വിൽക്കാനായിട്ട് പോകുക, കാലത്തെ സമയമാണത്. അപ്പൊ പോകുമ്പോ അവര് വീണു, ഒരു കുടം പൊട്ടി, പാലെല്ലാം താഴെ പോയി, ഇനിയിപ്പോ ഒരു കുടം ഉള്ളു. അപ്പൊ പറഞ്ഞു, ആ സ്ത്രീയുടെ പേരെന്താന്ന് ചോദിച്ചില്ല, രണ്ടാമത് ചോദിക്കാൻ പോയതാ. അവരോട് ചോദിച്ച പേര് ശാരദ എന്നാ പേര് പറഞ്ഞു. തിരിച്ചു വന്നു, ഭഗവാനെ അവരുടെ പേര് ഒരു സ്ത്രീയാണ്, അവരുടെ പേര് ശാരദ എന്നാണെന്ന് പറഞ്ഞു. ശരി, അപ്പോ അവര് പിന്നെ എന്താ അവര് ചെയ്യണത്? അപ്പൊ ഒരു കുടേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പൊ മറ്റേ പിന്നെ അവർക്ക് എങ്ങനെയാ ചെയ്യാം? അയ്യോ ഭഗവാനെ, ഞാൻ ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ പോയി ചോദിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു. തോന്നി, അല്ലാതെ ഇപ്പൊ എന്താ കുട്ടികളെ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കണം, അതൊരൊന്നും അത്ര തോന്നിയില്ല മനസ്സിൽ. അപ്പൊ പിന്നീട് ഓടിപ്പോയി ചോദിച്ചു. അപ്പൊ പറഞ്ഞു, 2 കുടത്തിൽ ഒന്ന് പൊട്ടിയതായാലും ഒരെണ്ണം കൊണ്ടിട്ട് ഞാൻ വിൽപ്പനയ്ക്ക് പോവുകയാണ്, കച്ചവടം നടക്കണല്ലോ, ഉപജീവനം ഇവിടെ എന്താ ചപ്പാത്തിയോ ഉണ്ട്, നമ്മുടെ ചോറ കറിയൊക്കെ കഴിക്കണ്ടേ, ഉപജീവനം നടക്കണ്ടേ, അപ്പൊ അതിനുവേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരെണ്ണം പൊട്ടിയതിന്റെ പൈസയെ കൂടെ കുറച്ച് ഞാൻ വില കൂട്ടി വിൽക്കും,
എന്നിട്ട് അത് മുതലായാലും എൻ്റെ കുടുംബം നടക്കുള്ളൂ. അപ്പോൾ അതാണ് പാല് കടിച്ചിട്ടായി കൊണ്ടുപോകണം, വീട്ടിൽ പശുക്കറവൊന്നുമില്ല. അപ്പോൾ നമ്മളില്ല ഓരോ ദിവസം ടൊമാറ്റോറിന് ഒരു വില, ഉള്ളിക്ക് ഒരു വില, സ്വർണത്തിൻ്റെ വില, എല്ലാത്തിൻ്റെയും വില ഇന്നത്തെ വില അല്ലേ, മാറി മറിച്ച് വരും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എന്നോട് അബദ്ധം പറ്റിയ കാര്യം ആശ്രം വിചാരിച്ചു വരാം. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, അല്ല അവര് അത് വിൽക്കുകയാണെങ്കിൽ അതിപ്പോൾ ഞാൻ മേടിക്കുകയാണെങ്കിലോ അവർക്കത് ഒരുമിച്ച് കാശ് കൊടുത്തു. അയ്യോ ഭഗവാനെ, അത് ഞാൻ ചോദിച്ചില്ലല്ലോ, പോയി ചോദിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ എന്നെ ഒരു കളിയാക്കുന്ന രൂപമാണ്. ഇപ്പോൾ ഈ ചോദിച്ച കാരണമാണോ മനസ്സിൽ കുറച്ചുകൂടെ ഒരു ദേഷ്യഭാവം പോലെ വരാൻ തുടങ്ങി. നമ്മളിൽ എപ്പോഴും അങ്ങോട്ടും ഒരുമിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തത് എന്നെ ഒരുമിച്ച് ചോദിച്ചു തരില്ലേ, നമ്മൾ ആരായാലും കുട്ടികളൊക്കെ പറയും അതുപോലൊരു ഭാവം ഇടും. പക്ഷെ എന്താന്ന് വൃത്തിയില്ല, ഭഗവാനാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ പോയി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ വിൽക്കും, എത്ര വിലയ്ക്ക് വിൽക്കുന്നു ചോദിച്ചില്ല, ഇവിടെ പറഞ്ഞു വിട്ടു, ആരും ചോദിച്ചില്ല. തിരിച്ചു അവരതൊരു പാൽക്കടം കൊടുക്കാൻ തയ്യാറാ, പാല് മുഴുവൻ ഭഗവാനെ വേണമെങ്കിൽ എടുക്കാം. അല്ല നാരദരെ, എത്ര വിലയ്ക്ക് അവർ കൊടുക്കുക ചോദിച്ചു. അയ്യോ ഭഗവാനെ, ഞാൻ ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. ചെവി വിളിച്ചിട്ട് ഓടിയില്ല പുറത്തേക്ക്. അപ്പോഴേക്കും നാരദർക്ക് ദേഷ്യം കുറച്ച് കൂടാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു, ചോദിച്ചിട്ട് വരൂ, എന്താ വെച്ചാൽ ഭഗവാന്റെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശം, അത് പറയുന്നില്ല. അപ്പോൾ പറഞ്ഞു, അതവർ അത്ര വില പറഞ്ഞില്ല വ്യക്തമായിട്ട്, എങ്കിലും 2 കുടത്തിൻ്റെയും ഉള്ള പാലിൻ്റെ വില അവർക്ക് വേണമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഏറ്റവും മുമ്പ് ഒരു കാര്യം ഞാൻ വിട്ടുപോയി, സോറി, എങ്ങനെയാ വീണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നാരദന് ചോദിക്കാതെയാണ് ഓടിപ്പോയത്. രണ്ടാമത് വന്നപ്പോഴാണ് ഒരു പാമ്പ് മുമ്പ് കൂടെ എഴുതി അതിനെ കണ്ട് പേടിച്ച് കാര്യം, അങ്ങനെയാണ് ആ വീടാൻ കാര്യം. അത് ഞാൻ വിട്ടുപോയതാണ്, ക്ഷമിക്കണം. പിന്നെ വില ചോദിച്ചപ്പോൾ പറഞ്ഞു, അതിപ്പോൾ ഞാൻ 2 കുടത്തിൻ്റെയും കൂടെ പാലിന് കിട്ടുന്ന ആ വിലയ്ക്ക് വിൽക്കും. എല്ലാവരും പറഞ്ഞിട്ടില്ല, ഇവിടെ ഒന്ന് ഭഗവാനോട് പറഞ്ഞു. ആ ശരി, ന്യായമായി അവർക്ക് വില കൊടുക്കാം, ഏതായാലും അവർക്ക് എത്ര നഷ്ടം വന്നു, ഇനിയിപ്പോൾ അവരതുകൊണ്ട് ഉപജീവന മാർഗം നടത്തട്ടെ. ഇത്രയും പറഞ്ഞ് മുഴുവൻ ബാക്കി കാര്യങ്ങൾ എനിക്ക് കുറച്ച് ചോദിപ്പിക്കാനുണ്ട്. അപ്പോഴേക്കും ഗരുഡനെ ഭഗവാൻ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവരടുത്ത് പറഞ്ഞു വിട്ടേക്കായിരുന്നു. അപ്പോഴേക്കും ഗരുഡൻ അവിടെ തിരിച്ചെത്തി ഭഗവാനെ നമസ്കരിച്ചു. ഭഗവാന്റെ വാഹനം ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമസ്കരിച്ചിട്ട് പറഞ്ഞു, അപ്പം